വളരെ രുചികരമായിട്ട് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഇത് ചിക്കൻ റോസ്റ്റ് ആയിട്ടും ചിക്കൻ കറി ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റായിട്ട് അടിച്ചെടുക്കണേ. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ അഥവാ തൈര് പോരെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. ഇപ്പം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 3/4 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുന്നതാണ്. ഇനി ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പൂ എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതേമാതിരി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് മാറിയതിന് ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് അടി പിടിക്കാതെ നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മിക്സി ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിരിപ്പുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്കിനി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽ മുളക് ഒന്ന് പൊട്ടിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം.
2 തക്കാളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ തക്കാളി ചേർക്കാതെയാണ് വേവിച്ചിരിക്കുന്നത്. തക്കാളിക്ക് പകരം തൈര് ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും. ഞാനിവിടെ ഒന്ന് കുറുകിയ ചാറോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്താൽ മതി കേട്ടോ. ഈ ഒരു ചിക്കൻ കറി ചോറിന് മാത്രമല്ല കേട്ടോ, അപ്പം, ഇടിയപ്പം, വെള്ളയപ്പം എല്ലാത്തിനും സൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.